പരിശുദ്ധമായ സദഖ. പള്ളിയിലെ സാധു സംരക്ഷണ സമിതി ഉണ്ടാകും, പക്ഷെ ആ മഹലിന്റെ സാധു സംരക്ഷണ സമിതിയിൽ ആ മഹലിലെ മുഅല്ലിമായ സാധു ഉൾപ്പെടില്ല. ആ മഹലിലെ മുഅല്ലിമായ സാധു ഉൾപ്പെടില്ല. ഏറ്റവും വലിയ സാധുവാരായാലാണ്. പക്ഷെ ഖുർആൻ അവരാരുടെ മുന്നിൽ കൈ നീട്ടില്ല. അവരാരുടെ മുന്നിൽ കൈ നീട്ടില്ല. അവരാണ് നിങ്ങൾ പെരുന്നാളിന് റമളാനിലെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ നിറകണ്ണുകളുടെ ഏറ്റവും ആദ്യ ജസാഖമായി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നത്. അള്ളാഹു ഒന്നാമത്തെ പതിവിലെ പൊന്നു സഹോദരിമാരെ ദുനിയാവിലെ ആഖിറത്തിൽ അന്നത്തെ ദിവസത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നമുക്ക് മാറ്റി തരും. അള്ളാഹു മാറ്റി തരട്ടെ. അള്ളാഹു മാറ്റി തരട്ടെ. അള്ളാഹു മാറ്റി തരട്ടെ. രണ്ട് വലക്കാഹും നദറതൻ വസുറൂറാ വലക്കാഹും നദറതൻ വസുറൂറാ. നാളെ പരലോകത്ത് അവരെന്നെ കാണുമ്പോ നദറതൻ വസുറൂറാ സന്തോഷത്തോടെ പടച്ചറപ്പിന്റെ നൂറ് കാണാൻ കഴിയുമെന്ന്. നാളെ പടച്ചറപ്പിനെ ഈ പാവപ്പെട്ടവൻ നാളെ കാണാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഖിറത്തിൽ 6 വിഭാഗം കൂടിയുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, നാളെ പടച്ചറപ്പിനെ എനിക്ക് കാണണം. രോഗം മാറാൻ നമ്മൾ മാറ്റിവെക്കാറുണ്ട് സഹോദരങ്ങളെ, എല്ലാത്തിനും വേണ്ടി മാറ്റിവെക്കാറുണ്ട്. പക്ഷേ നാളെ പടച്ചറപ്പിനെ എനിക്കൊന്ന് കാണാൻ കഴിയണം. പടച്ചറപ്പിനെ എനിക്കൊന്ന് കാണാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ തആമിൽ ഖദമിന് വേണ്ടി ഈ സഹപ്രവർത്തകർ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ ഒരു നല്ല സദഖ എനിക്ക് വേണ്ടി നാളെ ഇന്ന് ദുആ ചെയ്യണം. ബഹുമാനനായ സെക്രട്ടറി ചേലക്കളം അബ്ദുൽ ഹമീദ് മൗലവി പറഞ്ഞു, എന്താ പ്രതിഫലം? കേരളത്തിന്റെ മുഴുവൻ ആലിമീങ്ങളും ഹാഫിദീങ്ങളുണ്ട്. ഒരു ഹാഫിദിന് 40 പേരുടെ സദഖത്തിലോട്ട് ശുപാർശ ചെയ്യാം. മുദരിസീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്. അവരോരോരുത്തരും ഓരോ ഖത്മുൽ ഖുർആൻ ഓതി, ഒരാളല്ല, ഓരോ ഖത്മുൽ ഖുർആൻ റമളാനിൽ ഓതിയിട്ട് 29-ാം രാവിലെ എല്ലാവരും ഒരുമിച്ച് കൂടി ഈ തആമിന്റെ ഖത്മിന് വേണ്ടി സഹായിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യും. ആ ദുആയിൽ നിങ്ങളും പെടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അക്കാര്യത്തിൽ എല്ലാവരും അള്ളാഹുവിനെ സമാധാനത്തോടെ കണ്ടുമുട്ടണം. അള്ളാഹുവിനെ നീ അക്കൂട്ടത്തിൽ അനുഗ്രഹിക്കണേ നമ്പുരാനെ. ആഖിറത്തിലാവരെ പറയണം. വലിയ വിഷയം ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. അള്ളാഹുവേ, ഇതിനേക്കാൾ വലിയൊരു ദുആയുണ്ടോ? സഹോദരങ്ങളെ, ഞാൻ പെരിന്തൽമണ്ണയിൽ പ്രഭാഷണത്തിന് പോകുമ്പോ എന്നെ കാണാൻ ഒരു ഭാര്യയും ഭർത്താവും വന്നു. കയ്യിലൊരു പൊന്നുമോളുണ്ട്, 1.5 വയസ്സുള്ള കുഞ്ഞിരിക്കുന്ന പൊന്നുമോൾ. കണ്ടപ്പോഴേ കളിയിരിയുമാണ്. ഞാൻ ആ കുഞ്ഞിനെ കൈ നീട്ടിയെടുത്തപ്പോ ഉമ്മ കരയുന്നുണ്ട്. ഉസ്താദേ, ഞാൻ പറഞ്ഞ നല്ലൊരു പൊന്നുമോളല്ലയോ ഉസ്താദേ, ഇത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് തലയിൽ കെട്ടിയിരിക്കുന്ന ടവല് മാറ്റുമ്പോ തല 2ആയിട്ട് വെട്ടിപ്പിളന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ബ്രെയിൻ ട്യൂമർ വന്നു 1.5 വയസ്സിൽ. ട്യൂമർ എടുക്കാൻ തല 2 വെട്ടിപ്പിളന്ന് 1.5 വയസ്സുള്ള പൊന്നുമോൾ. ഉസ്താദെ, 2ാമത് ഡോക്ടറെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇനിയും ട്യൂമർ ഉണ്ടെന്ന്. ചെറുപ്പക്കാരൻ പറഞ്ഞു 18 വർഷമായി ഗൾഫിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഉസ്താദെ, വിവാഹം കഴിഞ്ഞ് 12 വർഷം നേരത്തെ നോട്ടിൽ നിന്ന് കിട്ടിയ പൊന്നുമോളാണ്. ഒറ്റമോളയുള്ളവർക്ക് ട്യൂമറാണ്. ഞങ്ങൾ നാളെ റിസൾട്ട് പരിശോധനയ്ക്ക് പോവുകയാണ്. ഞങ്ങളുടെ മോൾക്ക് ഒരു രോഗം ഉണ്ടെന്ന് പറയരുത്. ഉസ്താദെ, ഒന്ന് ദുആ ചെയ്യണം. കരഞ്ഞു പോയി സഹോദരങ്ങളെ. അന്ന് രാത്രി ആലിമീങ്ങളുടെ ഹാഫിദീങ്ങളുണ്ട്. 3 സലാത്തുകൾ ദുആ ചെയ്തു. സഹോദരങ്ങളെ, ഏറ്റവും അവസാനം 3 ദിവസം കഴിഞ്ഞവരുടെ വിവരം വന്നില്ല. 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഉസ്താദെ, എല്ലാ പ്രശ്നങ്ങളും റിസൾട്ട് വന്നു ഒടിവായി. കാരണം എന്താ? ഡോക്ടർ പറഞ്ഞു 90% വരാനാണ് സാധ്യത, ഒടിവായി പോയി എന്ന്. സഹോദരങ്ങളെ, ദുആയുടെ പവറാണിത്. അല്ലാഹുവേ, ഈ സദഖ ചെയ്യുന്ന ഓരോ സഹോദരങ്ങൾ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അല്ലാഹുവേ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അവരുടെ പൊന്നുമക്കള് മരിക്കുന്നത്
സഹോദരിമാരും അവരവരുടെ കയ്യിലുള്ള സദക്കുകൾ ബക്കറ്റുമായിട്ട് പ്രവർത്തകർ വരും കൊടുക്കും. സാധാരണ വെള്ളിയാഴ്ച പോലെ 10 രൂപയിൽ ഒരു വെൽഫെയർ ഫണ്ടാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നു കതിരി വസന്തായിരുന്നു. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു നല്ല സദക്ക ഇൻഷാ അല്ലാഹ് 29-ാം രാവിലെ ഓരോരുത്തരുടെ ഖത്മുൽ ഖുർആൻ ഓതി എല്ലാവരും കൂടി എല്ലാ ഉസ്താദന്മാരും ഒരുമിച്ച് കൂടി ഖുർആൻ ഉണ്ടാവും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറാത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും ഞാൻ ഒരൊറ്റ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സമയം ഏറെ വൈകി. നമ്മുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇതിന്റെ പ്രതിഫലം എന്താ? അതവനെ തഹജ്ജുദ്സ്കരിക്കുന്നവനല്ല. 2 പ്രതിഫലം. ആഖിറത്തിന്റെ കഷ്ടപ്പാട് മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ കാര്യം കൂടി സഹോദരിമാരോട്, ലോകത്തെല്ലായിടത്തും ആളുകളെ സഹായിക്കാനുണ്ട്. പക്ഷേ പാവപ്പെട്ട ആരെങ്കിലും സഹായിക്കാൻ ആദ്യമായ ഒരു സംഘടന ദാറുൽ ഖദർ. അതിന്റെ യഥാർത്ഥ പറയിൽ ബഹുമാനായ അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടുത്തെ നമ്മുടെ ബഹുമാനായ സി കെ അബ്ദുറഹീം ഉസ്താദ്, നമ്മുടെ ഇവിടുത്തെ ആണെങ്കിലും എന്റെ ഉസ്താദാണ് അബ്ദുറഹീം ഉസ്താദ്, എന്റെ ഉസ്താദാണ് അബ്ദുറഹീം ഉസ്താദ്. അല്ലാഹു ഉസ്താദിന്റെ ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണം. ഉസ്താദ് ധാരാളം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ധാരാളം. ഞാനൊരു കഴിഞ്ഞ ഒരാഴ്ച വരാത്ത ഉസ്താദിനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വെറുതെയാണ്. കാരണം അവർ വിസയൊക്കെ എടുത്ത് പരിപാടി അറിയുന്നത് ഞാൻ പോയില്ല. പിന്നെ അവർക്ക് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഹുക്കൂമത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയെത്തി. രണ്ടിടത്തും പറ്റാതെ ഞാൻ കിടന്നിങ്ങനെ ഓടുന്നു. അവസാനം ഏതായാലും പോയി ഇവിടെ ഒരുമിച്ച് കൂടാൻ പറ്റി. സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. മറക്കൂ 994 SSLC പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി. കാസർഗോഡ് ജില്ലയിലെ ശർക്കള പഞ്ചായത്തിലെ മുഹമ്മദ് UP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹരിത എസ്പനോവ എന്ന 12 വയസ്സുകാരിക്ക് ഒരു കത്തെഴുതുക. സഹോദരന്മാർ കേട്ടിട്ടോ? ഇൻഷാ അല്ലാഹ് സഹോദര റമദാനെ മുന്തിരി കണ്ടുകൂടാൻ ഇവിടെ സദസ്സുകളില്ല. റമദാനുള്ള അവസാനത്തെ ഇവിടുത്തെ സദസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഈ 12 വയസ്സുകാരി കുട്ടിക്ക് കേരളത്തിലെ മുഴുവൻ കുട്ടികൾ SSLC എഴുതിയ ഏതാണ്ട് 1000-കണക്കിന് കുട്ടികൾ, ആ കുട്ടികൾ ഇന്നവരെ കണ്ടിട്ടില്ല. അവൾക്ക് കത്തെഴുതി അവളെ അഭിനന്ദിച്ചു കൊണ്ടു. എന്താ കുട്ടി ചെയ്തെന്ന് അറിയോ? അവൾക്ക് സ്കൂളിലോട്ട് പോകുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ കളിപ്പാട്ടം വാങ്ങാനും മിഠായി വാങ്ങിക്കാൻ പൈസ കൊടുക്കും. ആ പൈസ മുഴുവനും അവൾ കൊണ്ടുപോയി മിഠായി വാങ്ങിക്കാതെ കളിപ്പാട്ടം വാങ്ങിക്കാതെ അവൾ കൊണ്ടുപോയി ചെറിയ പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചു. സ്കൂൾ അടച്ചപ്പോൾ അവസാന ദിവസം അത് പൊട്ടിച്ചെണ്ണി 224 രൂപ 35 പൈസ. ആ പൈസ കൊണ്ടുപോയി തന്റെ ക്ലാസ് ടീച്ചറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ പൈസ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് മിഠായി വാങ്ങിക്കാനും കളിപ്പാട്ടം വാങ്ങിക്കാനെന്നാണ്. ഈ പൈസ ഞാൻ സൂക്ഷിച്ചു. 1 വർഷത്തെ എൻ്റെ പൈസ ഇത്രയുണ്ട്. ഇത് കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ദുരന്തം ബാധിച്ച് ധാരാളം എൻ്റെ അതേ സമപ്രായക്കാരായ കൊച്ചുകുട്ടികൾ, സ്കൂളിൽ പോലും വരാതെ കിടക്കുന്ന കുട്ടികൾ. അതിൽ എൻ്റെ അതേ പ്രായമുള്ള 12 വയസ്സുള്ള സുമയ്യ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട്. അവൾ മാരകമായ ക്യാൻസർ കൊണ്ട് കിടക്കാൻ ഈ പൈസ അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് കുട്ടിയെ ഇവിടെ സ്കൂൾ ടീച്ചർമാർ അപ്പുറം പോയി. അവസാനം ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും അത് മാതൃകയാണ്. പിറ്റേ വർഷം അവർ 27,000-ലധികം രൂപ ഈ കുട്ടികൾ, കൊച്ചുകുട്ടികൾ അവരുടെ വാർത്തയും മിഠായി കഴിക്കാനും ബലൂൺ വാങ്ങിക്കാനും കൊടുത്ത പൈസ ഇട്ട് ശേഖരിച്ച് അവർ എൻഡോസൾഫാൻ ദുരന്ത ബാധിതർക്ക് കൊടുത്തു. ഐക്യരാഷ്ട്രസഭ പോലും ആ പെണ്ണിനെ അംഗീകരിച്ചു. അതുകൊണ്ടൊരു കരുതയുണ്ടാവും. വിളക്കേണ്ടി വലുതായി അറിയപ്പെടുന്ന വലിയ ഫോറസ്റ്റ് എത്തിക്കൽ സഹജീവികളോട് വലിയ താല്പര്യമുള്ളതാണ്. അവൾ കൊച്ചു പ്രായത്തിലെ ഈ പാവയൊക്കെ തല കൊടുത്ത് കിടക്കുമ്പോൾ അതെടുത്ത് കൂട്ടിവെച്ച് അവൾ ആ സ്വഭാവം ചെറുപ്പത്തിലെ കാണിക്കുകയായിരുന്നു. അതുകൊണ്ട് സഹോദരൻ, നിങ്ങളൊരു കാര്യം ചെയ്യണം. സഹോദരിമാരും വീട്ടിലൊരു ചെറിയ പാത്രം വെക്കണം. എന്നിട്ട് നിങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് മിച്ചം മതി. ഒരു ദിവസം ഒരു 10 രൂപ മതി. അതിൻ്റെ അകത്തിട്ടിട്ട് 1 മാസം അല്ലെങ്കിൽ 1 വർഷം നിങ്ങളുണ്ട്. അതിട്ടിട്ട് 1 വർഷമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് സി കെ അബ്ദുറഹീം ഉസ്താദിനെ പൊട്ടിച്ചിട്ട് ഉസ്താദെ താഴാൻ ഖദമിന് വേണ്ടി ഞങ്ങൾ സൂചിപ്പിച്ചതാണ് 10 രൂപ വെച്ച് ഒരു ദിവസം ഇട്ടാൽ മതി. നിങ്ങൾ ഏറ്റവും ചെറുത് പക്ഷെ 1 വർഷം സൂചിപ്പിക്കുക. അന്നത്തെ റമദാനിൽ ഏറ്റവും വലിയ ദുആയിൽ നിങ്ങൾക്ക് ഭാഗമാക്കാൻ കഴിയും. അങ്ങനെ ഒരു ചെറിയ ഒരു പാത്രം നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു കൊടുക്കും. നിർബന്ധമൊന്നുമില്ല, മനസ്സുള്ളത്. ചെറുത് അണ്ണാറക്കണ്ണനും തന്നാലായത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയ പാത്രം, ആ പാത്രത്തിൽ ചെറുത് മെല്ലെ മെല്ലെ ഉണ്ടാക്കി ജീവിതത്തിൽ നല്ല ഒരു ചിന്ത, നല്ല ചിന്ത. നിന്റെ ചിന്തയെ നീ സൂക്ഷിക്കുക, അത് നിന്റെ വാക്കുകളായ. നിന്റെ വാക്കുകളെ നീ സൂക്ഷിക്കുക, അത് നിന്റെ പ്രവർത്തികളായ. നിന്റെ പ്രവർത്തികളെ നീ സൂക്ഷിക്കുക, അത് നിന്റെ ശീലമായേക്കാം. നിന്റെ ശീലത്തെ നീ
സ്വഭാവത്തെ നീ സൂക്ഷിക്കുക, അത് നിന്റെ പ്രവൃത്തികളായേക്കുക. നിന്റെ പ്രവൃത്തിയെ നീ സൂക്ഷിക്കുക, അത് നിന്റെ ജീവിതത്തിന്റെ ബാധ്യതയെ നിർണ്ണയിക്കും, നിന്റെ സ്വന്തം ജീവിതത്തെ. ലായുടെ പഴമതിയാണ്. അതുകൊണ്ട് ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളും സമൂഹത്തിൽ തുടരുന്ന രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ വീട്ടിലോ നമ്മുടെ കടയിലോ ഒരു ഓരത്തിൽ ഒരു ചെറിയ പാത്രം, ലോകത്തെല്ലാവരെയും സഹായിക്കുന്ന ആളുകളുണ്ട്, ഇത് നിങ്ങളല്ലാതെ കൊണ്ട് കഴിയില്ല. പക്ഷെ അതൊന്ന് ചെയ്യൂടെ? സഹോദരിമാർ ഒന്ന് ചെയ്യൂടെ? എല്ലാവരും വീടിന്റെ ഭാഗത്ത് ഒരു ചെറിയ, ഇനിയിപ്പോ ഒരു മാസം നോക്കി വന്ന് പൈസ ഇടാൻ കിട്ടിയില്ല, കുഴപ്പമില്ല, ഒരു മോതിരം അള്ളാഹു സ്വീകരിക്കട്ടെ. ഒന്ന് ഇഖ്ലാസോടെ കൈവച്ചിട്ട് ഉസ്താദെ എത്രയാണെങ്കിലും കുഴപ്പമില്ല, ആർക്കും ചെയ്യാം, ഞങ്ങളത് ചെയ്യാന്നുള്ള സന്നദ്ധമുള്ളവർ ഒന്ന് കൈവയ്ക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത് അള്ളാഹ് മുതലുള്ള വാഗ്ദാനമാണ്. ഇത് പൂർത്തീകരിച്ചിട്ട് നാളെ അള്ളാഹുവിനോട് പറയുന്നത്. റമദാനാകുമ്പോൾ സീഖ് ഉസ്താദിന്റെ കയ്യിൽ മണക്കാട് വലിയ പള്ളിയിൽ വന്നാൽ മതി, ഉസ്താദ് ഇത്രയും ഉണ്ട് എന്ന് പറഞ്ഞത് ഏൽപ്പിച്ചാൽ ഈ സംഘടനയ്ക്ക് വലിയ മുതൽക്കൂട്ട